ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 29-30 തീയതികളിൽ ജപ്പാൻ സന്ദർശിക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ മാസം 31-നും അടുത്ത മാസം 1-നും പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കും. ചൈനയിൽ നടക്കാനിരിക്കുന്ന 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് വിശാഖപട്ടണത്ത് നടന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവയുടെ മികച്ച ഉദാഹരണമാണ് ഇന്ന് കമ്മീഷൻ ചെയ്ത നാവികസേന യുദ്ധക്കപ്പലുകളെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഉദയഗിരി മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയിലും ഹിമഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 9ാമത് ആയുർവേദ ദിനം അടുത്ത മാസം 23-ന് ആഘോഷിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. ഇതാദ്യമായാണ് ആയുർവേദ ദിനം ആഘോഷിക്കുന്നതിനായി നിശ്ചിത തീയതി തീരുമാനിക്കുന്നത്. ഭൂമിക്കും ജനങ്ങൾക്കും വേണ്ടി ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇത് സംബന്ധിച്ച് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഉയരും. ചരക്കുസേവന നികുതി നിരക്കുകൾ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പരത്തരുതെന്ന് കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെട്ട GST കൌൺസിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതെന്നും ബോർഡ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഊഹാപോഹങ്ങൾ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം സൃഷ്ടിച്ചേക്കാമെന്നും CBIC പറഞ്ഞു. കേന്ദ്ര സർക്കാർ മുന്നോട്ടുവച്ച GST പരിഷ്കരണം സംസ്ഥാന സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അടുത്ത മാസം ചേരുന്ന GST കൌൺസിൽ യോഗത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ ഉന്നയിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതിയിലുണ്ടാകുന്ന കുറവിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരം 9ാം വളവിൽ മണ്ണിടിച്ചിൽ. ചുരത്തിന്റെ ഗതാഗത തടസ്സമുള്ളതിനാൽ താമരശ്ശേരിയിൽ നിന്നും പേരാമ്പ്ര വഴി കുറ്റ്യാടി ചുരം വഴി യാത്ര ചെയ്യാവുന്നതാണെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഓണപ്പെരുമ വിളിച്ചറിയിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. അത്തച്ചമയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മന്ത്രി P രാജീവ് അത്തപതാക ഉയർത്തി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സർക്കാർ സമൃദ്ധമായ ഓണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ലഭ്യമാക്കുക. മറ്റുൽപ്പന്നങ്ങൾ 10 മുതൽ 30% വരെ വിലക്കുറവിലും കൺസ്യൂമർ ഫെഡ് വിപണികളിൽ ലഭ്യമാകും. സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് 14 ഇനം അവശ്യ വസ്തുക്കൾ അടങ്ങിയ കിറ്റ് നൽകുന്നത്. സൌജന്യ ഓണക്കിറ്റുകൾ നാളെ മുതൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓണത്തിന് മുന്നോടിയായി നൽകുന്ന 4 കിലോ അരിയുടെ വിതരണോദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിച്ചു. 24.7 ലക്ഷം കുട്ടികൾക്കാണ് സൌജന്യമായി അരി ലഭിക്കുക. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് മറ്റന്നാൾ തൃശൂരിൽ നിർവഹിക്കും. കുടുംബശ്രീ കർഷക സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളും ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളും ഇതിലൂടെ വിപണിയിലെത്തിക്കും. സെപ്റ്റംബർ 4 വരെയാണ് മേള. വയനാട് മേപ്പാടി കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കമായി. പ്രധാന റോഡിന്റെ 300 മീറ്റർ അകലെ നിന്നാണ് തുരങ്ക നിർമ്മാണം ആരംഭിക്കുക. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി ദിനമായ ഈ മാസം 30-ന് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.